ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് വേണ്ടത്. ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും. അത് കഴിയുമ്പോൾ അവർ അങ്ങ് പോകും. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഉറക്കം വിരുന്നിന് എത്തുമ്പോൾ അതുവരെ നല്ല കാഴ്ചകൾ സമ്മാനിച്ച വെളിച്ചത്തെ നമ്മൾ വെറുക്കും. അത്രയേയുള്ളൂ പല ഇഷ്ടങ്ങളുടെയും ആയുസ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറങ്ങിയാൽ മതി. എന്നാൽ ലക്ഷ്യത്തിനായി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തിയല്ല, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം. ഞാൻ എന്താണോ പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തോട് ആ മടുപ്പ് വരികയില്ല. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. ആശിച്ച ജീവിതം പലർക്കും നഷ്ടമായത് വിധി കാരണമല്ല, മറിച്ച് സ്നേഹിച്ചവരെ അന്ധമായി വിശ്വസിച്ചതുകൊണ്ടാണ്. മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയും ചെയ്യുകയുള്ളൂ. ജീവിതം എന്തെന്ന് നാം അറിയും മുമ്പേ അത് പകുതിയും തീർന്നു പോകുന്നു. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. ഒന്നോർക്കുക, ജീവിതമാകുന്ന തിരമാലയിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴി. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ എല്ലാവരും സ്വീകരിക്കുക. മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരുന്നാലും കാക്ക ഗരുഡനാകുന്നില്ല. നിരാശപ്പെടരുത്. ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും സൂചികൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. കാപ്പി ഉണ്ടാക്കാൻ അറിയാത്ത ആൾ കാപ്പി ഉണ്ടാക്കിയാൽ കടുപ്പം കൂടിയെന്നും കുറഞ്ഞെന്നും ഒക്കെ വരും. ഒരു ദിവസം അത് ശരിയാകും. അതുപോലെയാണ് ജീവിതവും. കുറേ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. എന്നിട്ടും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തി ഒന്നും വേണ്ട. പക്ഷേ നിശബ്ദനായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും.